ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മലബാറിന്റെ സമഗ്ര വികസനത്തിന് സെക്രട്ടേറിയറ്റ് അനക്സ് കോഴിക്കോട്ട് സ്ഥാപിക്കണമെന്ന് SDPI. ജില്ലയുടെ പുരോഗതിക്കായി കൂട്ടായ ശ്രമത്തിന് മന്ത്രിമാർ നേതൃത്വം നൽകണമെന്നും ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമേരി ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 16 വർഷമായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആവശ്യപ്പെടുന്ന ഒരു പ്രധാന ആവശ്യം ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാൻ കോഴിക്കോട് ഒരു സെക്രട്ടേറിയറ്റിന്റെ അനക്സ് സ്ഥാപിക്കണം എന്നുള്ളതാണ്. ഇത് നിരന്തരമായി പലരും മുന്നോട്ട് വെച്ച ആശയങ്ങളാണ്. KN ഖാദർ നിയമസഭയിൽ കണക്കുകൾ വെച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റ് PTA റഹീം MLA പോലുള്ള ആളുകൾ അതിൻ്റെ ആവശ്യങ്ങൾ നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈക്കോടതിയുടെ ഒരു ബെഞ്ച്, നിരവധിയായുള്ള കേസുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. ഹൈക്കോടതിയുടെ ഒരു ബെഞ്ച് കോഴിക്കോട് സ്ഥാപിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ കോഴിക്കോടിൻ്റെ സമഗ്ര വികസനത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രത്യേക ശ്രദ്ധ ചെലുത്തണമെന്നാണ്. 1.25 കോടിയിലധികം ജനങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് അനക്സ് ഉപകാരപ്പെടും. ആയിരക്കണക്കിന് ആളുകളാണ് വിവിധ ആവശ്യങ്ങൾക്ക് എല്ലാ മാസവും മലബാറിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുന്നത്. അത്യാവശ്യ സേവനങ്ങൾക്ക് തിരുവനന്തപുരത്തേക്കുള്ള യാത്ര ഏറെ ബുദ്ധിമുട്ടാണെന്നിരിക്കെ കൂടുതൽ സൗകര്യപ്രദമായ രൂപത്തിൽ ജനങ്ങളുടെ ആവശ്യ പൂർത്തീകരണത്തിന് കോഴിക്കോട് സെക്രട്ടേറിയറ്റ് അനക്സ് സ്ഥാപിക്കുന്നതിലൂടെ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. താങ്ങാനാവാത്ത ചാർജും യാത്രാ ബുദ്ധിമുട്ടും കാരണം മലബാറിലെ ജനങ്ങൾ വിവിധ കേസുകളിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ മടിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇതൊഴിവാക്കാൻ ഹൈക്കോടതി ബെഞ്ച് കോഴിക്കോട് സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറാവണം. സ്വാഭാവിക നീതി ഒരു മേഖലയിലെ ജനതയ്ക്ക് നിഷേധിക്കപ്പെടാൻ ഇത് കാരണമാകുന്നുണ്ടെന്നും മുസ്തഫ കൊമേരി പറഞ്ഞു. ഇത്തരം വിഷയങ്ങളിൽ കാര്യക്ഷമമായി ഇടപെടാൻ ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാരും ഇടതു വലതുപക്ഷ ജനപ്രതിനിധികളും തയ്യാറാവാത്തതാണ് ഇത്തരം അവഗണന തുടരുന്നതിന്റെ കാരണമെന്നും SDPI ആരോപിച്ചു. ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമേരി, വൈസ് പ്രസിഡന്റ് വാഹിദ് ചെറുവറ്റ, ജനറൽ സെക്രട്ടറി NK റഷീദ് ഉമരി, സെക്രട്ടറിമാരായ PT അഹമ്മദ്, K ഷമീർ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ബാലൻ നടുവണ്ണൂർ, PT അബ്ദുൽ ഖയ്യൂം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഭിന്നശേഷിക്കാർക്കും ചലനശേഷി നഷ്ടപ്പെട്ടവർക്കും JDTU